അവിടെ കൊറേ താമസിച്ചു പോയതാ. ഇപ്പം കുറച്ചു നാളായിട്ട് പിന്നെ വരാതെയായി. ഒന്നാല് 7:30 മണിക്ക് വന്നുള്ളിൽ കയറി എന്നാ പറയുന്നത്. ഒരു 12 മണി വരെ ഒക്കെ കളിച്ചിടുകയോ കളിച്ചൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് അന്നേരമൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് എന്നാ പറയുന്നത്. മോളെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ മോനെയും. നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ മുഴിക്കലിനടുത്ത് 16 വയസ്സുകാരിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ബന്ധുവായ യുവാവ് ജീവനൊടുക്കിയതായി വിവരം. കോഴിക്കോട് മുഴിക്കലിനടുത്ത് ചെലവൂർ സ്വദേശിനിയായ 16 വയസ്സുകാരൻ നസ്രീൻ എന്ന പെൺകുട്ടിക്കാണ് ഇപ്രകാരം ഒരു ദുര്യോഗമുണ്ടായത്. നസ്രീന്റെ മാതാവിന്റെ സഹോദരിയുടെ മകനായ അദ്നാൻ എന്ന 20 വയസ്സുകാരനാണ് ഇപ്രകാരം ഈ പെൺകുട്ടിയോട് ഒരു വലിയ അതിക്രമം കാണിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്നാനെയും പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്താണ് മരണത്തിന്റെ കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമല്ല എന്നുള്ളതാണ് പോലീസും നാട്ടുകാരും നമുക്ക് നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രയാസങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉള്ളതായി അറിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ് മരണത്തിന്റെ കാരണം എന്നുള്ളത് അറിയില്ല. അദ്നാനും ഏതാനും നാളുകൾക്ക് മുൻപ് ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് അദ്നാൻ ഇവിടുന്ന് താമസം മാറുകയുണ്ടായി. ഇന്നലെ ഏത് സമയത്താണ് അദ്നാൻ ഈ വീട്ടിൽ എത്തിയത് എന്നുള്ളത് ഈ വീട്ടിലുള്ളവർക്കും അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്നാനെ സംബന്ധിച്ചിടത്തോളം അദ്നാൻ വീടിനകത്ത് ഇന്നലെ രാത്രിയോടുകൂടി എത്തുന്നു. അതിനുശേഷം അദ്നാൻ നസ്രീനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം സ്വയം മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൊല്ലപ്പെട്ട നസ്രീനെ കുറിച്ച് എങ്ങനെയാ പൊതുവെ നാട്ടില്? മോശം അഭിപ്രായമൊന്നുമില്ല, നല്ല സ്വഭാവക്കാരി കുട്ടിയാണ്. ഇങ്ങനെ സംഭവം ഉണ്ടായത് വലിയ വിഷമത്തിലാണ്. വലിയ വിഷമത്തിലാണ്. അച്ഛനൊന്നും ഇവിടെ ഇല്ല. അച്ഛൻ ഗൾഫിലാന്ന്. നാളെ 8 മണിയാകുമ്പോഴേക്ക് വരികയുള്ളൂ. ഈ പയ്യൻ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൊറേ താമസിച്ചു പോയതാ. ഇപ്പം കുറച്ചു നാളായിട്ട് പിന്നെ വരാതെയായി. ഞങ്ങൾ 5 മണിക്ക് അറിയുന്നത്. പൊലിച്ച നേരം. ഒന്നാല് 7:30 മണിക്ക് വന്നുള്ളിൽ കയറി എന്നാ പറയുന്നത്. വീട്ടിന്റെ ഉള്ളിൽ അറിഞ്ഞില്ല. ഒരു 12 മണി വരെ ഒക്കെ കളിച്ചിടുകയോ കളിച്ചൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് അന്നേരമൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് എന്നാ പറയുന്നത്. ഞങ്ങൾക്ക് അയൽവാസി. ഉമ്മാന്റെ ഉമ്മ ഉമ്മയുണ്ട്. മോള് കിടന്ന ഈ കുട്ടി മോളിലാണ് കിടന്നത്. ഒറ്റയ്ക്ക് റൂമില് ഇല്ല. പിന്നെ ഉമ്മാനെ കൊല്ലാൻ വന്നപ്പോന്ന് ആരാടാന്ന് വെച്ചപ്പോ പറയുന്നു. പിന്നെ ഞങ്ങളെന്റെ മോനെ വിളിച്ച് വരുത്തിയതാ. ആരോ ഒന്നും അകത്തുനിന്ന് ഇവനാന്നുള്ള പ്രതീക്ഷയില്ല എന്നാ പറയുന്നത്. അവിടുന്ന് തന്നെ മരിച്ചത്. ആ റൂമിൽ തന്നെയാ മരിച്ചത്. മോളെ ആദ്യം ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ മോനെയും പോലീസുകാരൊക്കെ വന്നതിന് ശേഷം എത്തിച്ചതാ. മോനും മരിച്ചു. കൊല്ലപ്പെട്ട 16 വയസ്സുകാരിയുടെ മാതാവിന്റെ സഹോദരിയുടെ മകനാണ് അദ്നാൻ. അദ്നാൻ ഏറെ നാളായി ഈ നസ്രീന്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസം ഉണ്ടായിരുന്നത്. ഇവർ തന്നെയാണ് അദ്നാനെ ഇപ്രകാരം ചെലവെല്ലാം നോക്കി നടത്തിക്കൊണ്ട് ആ യുവാവിനെ പഠിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രദേശത്തുകാരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ചെറിയ ചില പ്രശ്നങ്ങൾ കാരണം യുവാവിന്റെ താമസം ഇവിടെ നിന്ന് മാറ്റുകയുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്നത് പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയുടെ അമ്മയും മാത്രമാണ് ഈ വീടിനകത്തുണ്ടായിരുന്നത്. പെൺകുട്ടിയുടെ പിതാവ് വിദേശത്താണുള്ളത്. കഴിഞ്ഞ ദിവസം അദ്നാൻ ഈ വീടിനകത്ത് ആരും അറിയാതെ ഈ വീടിനകത്ത് പ്രവേശിക്കുകയായിരുന്നു. കള്ളത്താക്കോലിട്ട ശേഷം വീട് തുറന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല. ആ പെൺകുട്ടിയുടെ മൃതദേഹമാണ് പിന്നീട് ഇന്ന് രാവിലെയോടുകൂടി കണ്ടെത്താനായിട്ട് സാധിച്ചത്. തൊട്ടടുത്ത് തന്നെയായിട്ട് യുവാവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നു. അതേസമയം അദ്നാന്റെ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് വരിഞ്ഞ് കെട്ടിവച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായവും ഇവിടെ ഉയരുന്നുണ്ട്. നിലവിൽ പോലീസ് ഇരുവരുടെയും മരണത്തിന്റെ പിറകിലെ കാരണം എന്താണ് എന്നുള്ളത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അദ്നാൻ ജീവനൊടുക്കിയതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം ഇവിടെ നിന്ന് നസ്രിന്റെ മൊബൈൽ ഫോൺ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് പോലീസുകാരെ വലിയൊരു ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പോലീസ് നിലവിൽ ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ എവിടെ എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ, കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു വാർത്തയാണ് പോലീസുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് ആർക്കും തന്നെ മോശമായ അഭിപ്രായം ആ പെൺകുട്ടിയെ കുറിച്ച് പറയാനുണ്ടായിരുന്നു. വളരെ സൗമ്യ സ്വഭാവത്തിനുടമയായ ഒരു പെൺകുട്ടിയാണെന്നുള്ളതാണ് അയൽവാസികളിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. അങ്ങനെയുള്ള ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു വലിയ മരണം അല്ലെങ്കിൽ ഒരു വലിയ ദുര്യോഗം സംഭവിച്ചതിന്റെ നടുക്കത്തിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ. അതേസമയം എന്താണ് ഈ മരണത്തിന്റെ കാരണം എന്നുള്ളത് ഇനിയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അത് അടിയന്തരമായി കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്.